ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും എല്ലാ പണിയും വേഗം തന്നെ തീർക്കേണ്ട ഒരു ദിവസം തന്നെയായിരുന്നു. ഏട്ടന് പരേഡിൻ്റെ പ്രാക്ടീസ് ഇന്നും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ റിപ്പബ്ലിക്കാണല്ലോ, അതുകൊണ്ട് ഇന്നും കൂടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 11 മണിക്ക് ബസ് പോവും. എൻ്റെ ചോറും കറി ഒക്കെ വേഗം തന്നെ ആക്കണം. അപ്പോൾ ഞാനൊരു 6:30 എണീറ്റിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി. അതിന് മുമ്പേ ആകമൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇന്ന് കടലക്കറിയായിരുന്നു. കടലക്കറിയും അതേപോലെ തന്നെ ഇന്നലെ നീർദോശ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഇന്ന് നീർദോശ തന്നെയാക്കി. ഞാൻ രാവിലെ അത് അരച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നീർദോശയും കടലക്കറിയും ആക്കാൻ വിചാരിച്ചു. കടലക്കറീൻ്റെ അകത്തേക്കായിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും മുറിച്ചിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഗ്യാസൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്യാസ് ആയത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. ഈ ഒരു ഗ്യാസ് ഭയങ്കര ഉയരമൊക്കെ തോന്നുന്നു, എനിക്കൊരു എത്താത്ത പോലെയൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിൻ്റെ അകത്ത് കടലയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് തേങ്ങ രാകുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു തേങ്ങ വറുത്തരച്ചിട്ടുള്ള കടലക്കറി വയ്ക്കാമെന്ന്. പക്ഷേ എങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു തേങ്ങ മൊത്തത്തിൽ വറുക്കാനുള്ള സമയമൊന്നുമില്ല, അതൊരു നല്ല കളറായിട്ട് വരുന്നവരെയുള്ള. അപ്പോൾ ഞാൻ തേങ്ങ പകുതി വറുത്തിട്ടുള്ളൊരു കറി വെച്ചിട്ടോ. ആദ്യമായിട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പകുതി വറുത്തിട്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കടലയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നീർദോശ ചൂടാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടും ചീനച്ചട്ടിയും വെച്ചിട്ടുണ്ട്. തേങ്ങ ഞാൻ നല്ലോണം വറുക്കാണ്ട് ഒന്നിങ്ങനെ വറന്ന് കളറൊന്നും മാറിയിട്ടില്ല, എന്നാലും തേങ്ങയൊന്ന് വാടി വരുന്നവരെ ഇതാക്കി. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് നല്ലോണം നരച്ചെടുത്തിട്ടോ. എന്നിട്ടത് കറിയിലേക്ക് ഇട്ട് കലക്കി. അപ്പോൾ കറിക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പട്ട ഇട്ടതിനൊക്കെ കൊണ്ട് തന്നെ നല്ലൊരു ചൊയൊക്കെ ഉണ്ടായിരുന്നേ. ചൊയ മീൻസ് ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ദോശ ഞാൻ ചുട്ടിപ്പോൾ ഏകദേശം ഒരു ദോശയ്ക്കൊരു ഷേപ്പൊക്കെ വന്നു തുടങ്ങി കേട്ടോ. വട്ടത്തിലൊക്കെ ആയിട്ട് കിട്ടി. പിന്നെ എനിക്കിപ്പം നാളെ ഇനിയിപ്പോൾ രാവിലെ 8 മണിക്ക് ഇവിടുന്ന് ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബസ് വരും. ഞങ്ങൾക്ക് ഏട്ടൻ്റെ യൂണിറ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റും നാളെ ഇവിടെ പോയാൽ ഗിഫ്റ്റൊക്കെ കിട്ടും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായത് 3 ട്രേ ആയിരുന്നേ. അതിന് മുമ്പത്തെ പ്രാവശ്യം കുഞ്ഞ് ഒരു ഡിന്നർ സെറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെ ദോശയോ കറിയോ അതിൽ ഇടണം. അപ്പൊക്കെ ഒരു എടുത്തിട്ട് വാ. മോക്ക് എന്ത് വേണം? ഇത് ഏട്ടന് ഇന്നലെ രാത്രി അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഏട്ടൻ്റെ യൂണിറ്റിൽ നിന്ന് ഒരു കൈപ്പാത്രം പാലൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ടർക്കി കേട്ടോ. ഇതിങ്ങനെ എല്ലാ വർഷവും കിട്ടാറുണ്ട്, 2 ടർക്കി വീതം. അപ്പോൾ ഈ പ്രാവശ്യത്തത് ഇത് കിട്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയപ്പം ഒന്ന് ഞാൻ വീട്ടിൽ കൊടുത്തു. വീട്ടിലെ അച്ഛൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പം അച്ഛൻ ഓട്ടോറിക്ഷ അങ്ങനെ സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പ്രാവശ്യം 2 കിട്ടിയാണ്. ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ അത് കൊടുക്കണം. അങ്ങനെ കടലക്കറിയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ച ദാലും അതേപോലെ തന്നെ ബീൻസിൻ്റെ ഉപ്പേരിയും ഒരു രസവും പിന്നെ അച്ചാറൊക്കെ ഉണ്ട്, അതൊക്കെ ആക്കാമെന്ന്. അപ്പോൾ ദാലിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് സ്പൂൺ എന്തിനാണ് ഇടുന്നത് വെച്ചാൽ ഈ ഒരു കുക്കറിന് എല്ലാ കുക്കറും അങ്ങനെ തന്നെയായിരിക്കും. പരിപ്പ് പിന്നെ ചെറുപയർ ചിലപ്പോൾ കഞ്ഞിയൊക്കെ വയ്ക്കുമ്പം ആ വിസിലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ അങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. വിസിൽ ശരിക്കും വരത്തില്ല. ഈ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുമ്പോൾ വിസിൽ നല്ലോണം വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ തക്കാളിയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടെ ഇട്ടിട്ട് 2-3 വിസിലെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പയറും മുറിച്ചിടുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഉച്ചക്കത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി. പിന്നെ എനിക്ക് തുടയ്ക്കാനുണ്ട്, തിരുമ്മാനുണ്ട്, വേറെ പണിയൊന്നുമില്ല. പിന്നെ നാളത്തേക്കുള്ള സംഭവങ്ങൾ. അങ്ങനെ രസത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വെളുത്തുള്ളി ഒന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുക എൻ്റെ വീട് എവിടെയാ, എൻ്റെ വീട് എവിടെയാ. എൻ്റെ വീട് കോഴിക്കോടും ഏട്ടൻ്റെ വീട് കണ്ണൂരെന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ മുറിച്ച് വെച്ച ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന കേട്ടോ. പല്ലൊക്കെ തേപ്പിച്ച് അവളെ തേപ്പിച്ച് ഞാൻ തേച്ച് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അവൾക്ക് ഈ ഒരു സംഭവം നിർദോഷം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണമൊക്കെ കഴിക്കുന്നുണ്ട്. അതെന്നെ ഒരു സമാധാനം. ഇല്ലെങ്കിൽ ഞാൻ പുറകെ നടന്ന് കഴിപ്പിക്കണം. വല്ല പുട്ടറ്റനാണെങ്കിൽ പുട്ട് അരിൻ്റെ പുട്ട് തിന്നും, റവേൻ്റെ പുട്ടൊന്നും അങ്ങനെ തിന്നൂല. അക്കരെ ഞാൻ ചീനിച്ചട്ടിയിൽ കടുകൊക്കെ പൊട്ടിച്ച് ഉപ്പേരീൻ്റെത് ആക്കിയിട്ടുണ്ട്. ഉപ്പേരീൻ്റെത് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ രസം വയ്ക്കണം. പിന്നെ ഏട്ടന് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോമൊക്കെ നിലക്കി വയ്ക്കാനുണ്ട്. ഏട്ടന് നാളെ എന്തൊക്കെയൊക്കെയോ പരിപാടിക്കൊക്കെ ഉണ്ട് അവിടുന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂണിഫോം വേഗം തന്നെ ഇളക്കി വയ്ക്കണം. അപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ വെയിലിന് ഭയങ്കര ചൂടില്ല. അതുകൊണ്ട് അതൊന്ന് ഉണങ്ങി വരണമല്ലോ. അപ്പോൾ ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. രസമുണ്ട്, അച്ചാറുണ്ട്, പിന്നെ പരിപ്പ് കറിയുണ്ട്. പിന്നെ രാവിലത്തെ കടലക്കറി വെക്കണേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടലക്കറിക്ക് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് കടലക്കറിയും വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൻ്റെ അകത്ത് ഉപ്പേരിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ ചോറൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:15 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം തന്നെ താഴെ കൊണ്ട് കൊടുക്കാൻ വിചാരിച്ചു. താഴെ ബസ് ഉണ്ടാവും എന്തായാലും, പക്ഷേങ്കിൽ ഡ്രൈവർ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സെക്യൂരിറ്റീൻ്റെ കയ്യിൽ കൊടുത്തു. അവർക്ക് എന്നെ അറിയാം, ഡെയിലി കൊടുത്ത് അവർക്ക്. ഇപ്പം ഞാൻ ചെല്ലുമ്പോഴേക്കും എൻ്റെ അടുത്ത് പറയും, ഇവിടെ വെച്ചിട്ട് പോയിക്കോ, ഞാൻ ബസ്സിൽ കൊടുത്തോളൂ എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ചോറ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ എന്തോ ഭാഗ്യം, ലിഫ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇന്നലെ ഞാൻ താഴം വരെ ഇറങ്ങിപ്പോയത്. ഇവളെയും കൊണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. ഒരു കയ്യിൽ ചോറും ഉണ്ടാവും, മറ്റേ കയ്യിൽ വിളപ്പിടിക്കണം. അപ്പം താഴത്തം വരെ ഇറങ്ങിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവളുള്ളതിനെ കൊണ്ടില്ലെങ്കിൽ ഞാൻ വേഗം ഇറങ്ങിയിട്ട് വരും. അങ്ങനെ ഞങ്ങൾ ഏട്ടന് ചോറ് കൊടുക്കാൻ പോകും കേട്ടോ. ഇപ്പോൾ ചോറ് കൊടുത്ത് തിരിച്ച് വരുമ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയും വേഗമൊന്നും വരാൻ പറ്റില്ല. അവൾക്ക് അവിടെ പുറത്ത് അവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ കളിക്കാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് എന്തെങ്കിലും മുട്ട വാങ്ങി കൊടുക്കേണ്ടി വരും. അതിൽ നല്ലത് അവിടെ നിന്ന് കളിക്കാൻ വിടുന്നതാണ്. അങ്ങനെ ഞാൻ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നൊക്കെ കളിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നാൽ ഇനിയിപ്പോൾ അലക്കാനുള്ളത് എടുത്തിട്ടിട്ടുണ്ട്. ഞാൻ അലക്കാനൊക്കെ ഉള്ളത് എടുത്തിട്ടപ്പോഴാണ് ഹേമ എന്നെ വിളിച്ചത്. അവളെ വീട്ടിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ട്, വേഗം വായോ പറഞ്ഞു. അപ്പം ഞാൻ വേഗം അലക്കി വെച്ച് അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് കുളിച്ചിട്ട് അവളുടെ അടുത്തേക്ക് പോകാൻ വിചാരിച്ചു. ഞാൻ വിരിച്ചിടുമ്പോൾ ഇപ്പോൾ അമ്മ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നാളെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഓറ മോന് ലീവിലാണ്, അടുത്ത ബയ്യ ലീവിലതിനെ കൊണ്ട് ഇവർക്ക് വരാൻ പറ്റുമോ എനിക്കറിയില്ല എന്നെ. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ഓനോടത്ത് ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ വരുമോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പം ഓർക്ക് യൂണിറ്റൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ വരുന്നുണ്ടോ, നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ. അങ്ങനെ കുറച്ച് സമയം അവരുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞിരുന്ന്. ഓരോ മോള് വരുന്നുണ്ട്. അവരുടെ ഭയങ്കര സന്തോഷത്തിലാണ് മോളും വരുന്നുണ്ട്, പിന്നെ അടുത്ത ദീദിയും വരുന്നുണ്ട്. അപ്പം എൻ്റെ മോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് 2 ദിവസമായിട്ട്. അവരെ മോളും തമ്മിൽ 12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മോളെന്ന് വെച്ചാൽ ഭയങ്കരമാണ്. അങ്ങനെ ഞാൻ എല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി കുളിക്കണം. അവളെയും കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം. ഇവൾക്ക് എന്തെങ്കിലും ഒന്ന് തീറ്റി കൊടുക്കണം. രാവിലെ ചായ കുടിച്ചപ്പോൾ പിന്നെ കുറച്ച് എന്തൊക്കെയോ ഫ്രൂട്ട്സൊക്കെയാണ് തിന്നത്. പേരക്ക ഉണ്ടായിരുന്നു. പേരക്ക ഞാൻ പറഞ്ഞിട്ടില്ലേ, പിങ്ക് കളർ പേരക്ക ഉള്ളപ്പോൾ ഞങ്ങൾ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് പേരക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പേരക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു, വേറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജലദോഷം അങ്ങോട്ട് മാറുന്നില്ല. അതുകൊണ്ട് ഞാൻ മുത്താറി ഒഴിവാക്കി. 2 ദിവസം കഴിഞ്ഞിട്ട് മുത്താറി കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇവരെ സാരി ഉടുക്കൽ കാണുമെങ്കിൽ എനിക്ക് ചിരി വരും സത്യം പറയുക വെച്ചാൽ. ഇങ്ങനെ സാരി ഇപ്പോൾ എവിടെ എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിലും ഇതേ രീതിയിലാണ് സാരി ഉടുക്കുക. ഇവിടെ 2 പേരുണ്ട് മഹാരാഷ്ട്രയിലുള്ളവരെ. അവർ 2 പേരും ഇങ്ങനെയാണ് സാരി ഉടുക്കുക. മരിയൊക്കെ ഉടുത്താൽ പോരെയെന്ന് ഞാൻ ചോദിക്കും, നമുക്ക് മറ്റേ അത് ഉടുത്താൽ പോരെ. അമ്മ പറയും, നമുക്ക് ഇങ്ങനെ ഉടുത്താലാണ് ഒരു ഉറപ്പ് കിട്ടുക എന്ന് പറയും. മറ്റേ അത് ഉടുത്താലോ ഊരി വെക്കുന്ന പോലൊക്കെ തോന്നുമെന്ന് പറയും. അങ്ങനെ അപ്പം ഞാൻ പിന്നെ അവൾക്ക് 2 ദോശ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 തിന്നൂല, ഇനിയിപ്പോൾ ഒരു കഷ്ണത്തിനെ തിന്നുള്ളൂ. അപ്പോൾ ദോശയും കൊടുത്തിട്ട് അവളെ ഒന്ന് ഉറക്കാൻ വിചാരിച്ചു. അവൾ ഉറങ്ങുമ്പോഴേക്കും എനിക്ക് കുടിക്കാമല്ലോ.
അങ്ങനെ ഒക്കെ ഞാൻ തീറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പാല് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തേക്ക് കടലയും ചെറുപയറും കടലയും ചപ്പാത്തി ആക്കാൻ വിചാരിച്ചു. കടല രാവിലത്തെ കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പം പാല് കാച്ചി വെക്കണം, എന്നിട്ട് അവളെ ഉറക്കണം. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഹേമേൻ്റെ വീട്ടിൽ പോയി. ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയിട്ട് പുരികമൊക്കെ ത്രെഡ് ചെയ്ത്, പിന്നെ അതിൽ 2 പേർക്ക് മുടിയൊക്കെ വെട്ടാനുണ്ടായിരുന്നു. മുടി വെട്ടി. പിന്നെ ഹേമേൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും മൈലാഞ്ചി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു നീ ഇടണം. അങ്ങനെ ഞാനും മൈലാഞ്ചിയൊക്കെ ഇട്ട് നേരെ കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. നാളെ ഇത്ര മണിക്ക് പോകണം, ഏത് സാരിയാണ് എടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ക്യൂടെക്സ് ഇട്ട് അങ്ങനെ ഒന്നും വേണ്ട സകല സംഭവങ്ങളും ഞങ്ങൾ അവിടെ നിന്ന് ചെയ്ത് എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന്. അപ്പോഴത്തേക്ക് ഞാൻ അവൾക്ക് ചോറാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ചെറുപയറും ചോറും അവൾ തിന്ന്. അപ്പോൾ ഞാൻ ചെറുപയറും ചോറും അവൾക്ക് കൊടുത്ത്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഏട്ടൻ കുറച്ച് ലേറ്റായിട്ടാണ് വരിക പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പം നാളത്തെ കാര്യം ഞാൻ നാളെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടാവേ. നാളെ അവിടെ ഏട്ടൻ്റെ യൂണിറ്റിൽ പോകുന്ന കാര്യമൊക്കെ എനിക്കവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് അവിടെ പോയാൽ. അവിടെ കാണാനൊക്കെ നല്ല രസമാണ്. കുറേ മയിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ടൈമിൽ മയിലുണ്ടാവുമോ എനിക്കറിയില്ല. ഒരു കാട് പോലത്തെ സ്ഥലത്താണ് ഈ ഒരു യൂണിറ്റ് വരുന്നത്. കുറേ മയിലുണ്ടാവും, കുരങ്ങന്മാരുണ്ടാവും. മയിൽ എപ്പോഴും ഇങ്ങനെ അത് പീല് വയ്ക്കുന്ന ടൈം ആകുമ്പം പീല് ഇങ്ങനെ കൊഴിച്ചിടും. ഏട്ടൻ ഡ്യൂട്ടി ചെയ്യുന്നതിന് പുറത്തൊക്കെ ഇങ്ങനെ പീല് കൊഴിച്ചിടും. അപ്പോൾ ഏട്ടൻ ഇതൊക്കെ പെറുക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ മയിൽപ്പീലി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ബൈ, സീ യു.